വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ നമ്മളെ ബാലി വിശേഷങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ. ഓൾമോസ്റ്റ് നമ്മളൊരു 5 വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ് കേട്ടോ. മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിലൊന്ന് പോയി നോക്കൂട്ടോ. നമ്മൾ ഇന്ന് പോകുന്നത് ഏവരുടെയും നമുക്ക് ബാലിന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ വരുന്ന 2 ഐക്കോണിക് ആക്ടിവിറ്റീസ് ആണ്. ഒന്ന് ബാലി സ്വിങ്ങും, മറ്റേത് ATV റൈഡും. ATV റൈഡിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ വീഡിയോ ഒന്ന് കണ്ടുനോക്കും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. ഇപ്പം നമ്മൾ പോകുന്നത് ബാലി സ്വിങ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ബാലി സ്വിങ്ങിൻ്റെ കാര്യം എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്വിങ്ങിൽ പോകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. സോ നമ്മൾ അവിടെയാണ് വന്നിട്ടുള്ളത്. ഈ ബാലി സ്വിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വൺ ഓഫ് ദ ബക്കറ്റ് ലിസ്റ്റ് അഡ്വെഞ്ചറാണ് കേട്ടോ. കാരണം എങ്ങനെ പോയാലും നമ്മൾ ആ ലോങ് ഡ്രസ്സ് ഇട്ടിട്ടുള്ള അതെല്ലാവരുടെയും ഒരു ഡ്രീം അല്ലേ. അതേപോലെ എൻ്റെയും കൂടി ഡ്രീമായിരുന്നു. അതാണ് നമ്മൾ ഇന്ന് സാധിക്കാൻ പോണത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വാട്ടർ ബോട്ടിൽ അങ്ങനെ ഫുഡ് ഐറ്റംസ് ഒന്നും അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ ചെറിയ ബാഗിങ് ചെക്കിങ്ങിന് ശേഷമാണ് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് വന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ടും ടിക്കറ്റ്സ് എടുക്കാം. നമ്മളിവിടെ വന്നിട്ട് ഓഫ്ലൈനായിട്ട് നമ്മളെ ടൈമിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ടാണ് കേട്ടോ ടിക്കറ്റ് എടുത്തത്. കയറി വരുമ്പോൾ തന്നെ ഇന്തോനേഷ്യൻ്റെ വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ളതാണല്ലോ ലുവാക് കോഫി. അപ്പോൾ ഇതാണ് നമ്മൾ ആ ലുവാക് കോഫി ഉണ്ടാക്കുന്ന ആ ലുവാക്. ഇവർ ഇതിൻ്റെ ആ കോഫി ഉണ്ടാക്കുന്ന ഓരോ പ്രൊസീജിയേഴ്സും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പറഞ്ഞും തരും. ഇവിടെ അതിനനുസരിച്ചിട്ട് ഓരോരോ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ലൈക്ക് ഫസ്റ്റ് ഉള്ളത് സെക്കൻഡ്, ദെൻ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ആൻഡ് അവിടെ തന്നെ റോസ്റ്റിംഗ് പ്ലേസ്, ലൈക്ക് നമുക്ക് ഇവർ എങ്ങനെയാണ് ആ കോഫി ബീനിൽ ഇത് കോഫി പൗഡറാക്കി മാറ്റുന്നത്, ലൈക്ക് റോസ്റ്റ് ചെയ്യുന്നത്, ഏതൊക്കെ ഫ്ലേവേഴ്സ് അവൈലബിൾ ആണ്, ഇതൊക്കെ നമുക്ക് അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവരെല്ലാതും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അത് കണ്ടതിന് ശേഷം എന്താക്കി, നേരെ കളയാതെ ഡയറക്റ്റ് നമുക്ക് റെൻ്റലായിട്ട് നമ്മൾ ഈ ലോങ് ഡ്രസ്സ് എടുക്കണമല്ലോ. നമുക്ക് റെൻ്റലായിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓൺ ഡ്രസ്സ് ഇട്ട് ചെയ്യട്ടാം. എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ട് റെൻറ്റ് കൊടുക്കണം. അത് ഡ്രസ്സിന് 1 ഹവറിന് സെപ്പറേറ്റ് റെൻറ്റ്. ഡ്രസ്സ് നമുക്ക് 1 ഹവറിനാണ് കേട്ടോ റെൻറ്റ് വരുന്നത്. ആൻഡ് നമുക്കതിന് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അനുസരിച്ചിട്ട് എമൗണ്ട് കൂടും. ആൻഡ് ഇവിടെ നമുക്ക് ഇപ്പോൾ സ്വിങ്ങിൽ ആടാനാണെന്നുണ്ടെങ്കിൽ സ്വിങ്ങിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സ്വിങ്ങിനും സെപ്പറേറ്റ് ആയിട്ടുള്ള എമൗണ്ടാണ് കേട്ടോ. ഇപ്പോൾ കപ്പിൾ സ്വിങ് ആയിക്കോട്ടെ, 1 സൈഡ് ആയിക്കോട്ടെ, സൂപ്പർ ആയിക്കോട്ടെ, സിംഗിൾ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് സ്വിങ്സ് ഉണ്ട്. അതൊക്കത്തിനും സെപ്പറേറ്റ് ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ പേ ചെയ്യണം. ആൻഡ് ഇതിന് പുറമെ നമുക്ക് എൻട്രി ഫീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീ ഉണ്ട്, അതും സെപ്പറേറ്റ് നമ്മൾ ചെയ്യണം കേട്ടോ. ഇവരെ പ്രോപ്പർട്ടിയിൽ ഓരോരോ സൈഡിലായിട്ട് ഇവർ ഒരുപാട് ഫോട്ടോ ബൂത്തുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലത്തെ അവിടെ നിന്നൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എമൗണ്ട് ഒന്നുമില്ല കേട്ടോ. നമുക്ക് സെപ്പറേറ്റ് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫോട്ടോ എടുക്കാം. ഒരുപാട് ഫോട്ടോ ബൂത്തുകൾ അല്ലെങ്കിൽ ഫോട്ടോ സ്പോട്ടായിട്ടുള്ള ഒരുപാട് പ്ലേസസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈച്ച് ആൻഡ് എവറി സ്ഥലത്തുനിന്ന് നമുക്ക് ഫോട്ടോസ് എത്ര എടുത്താലും മതിയാവില്ല കേട്ടോ. ആൻഡ് ഇവിടെ ഉള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇത് ലോങ് ഡ്രസ്സാണ്. ഇത് വെച്ചിട്ട് ആ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഇത് ക്യാരി ചെയ്തിട്ട് പോയിട്ട് നമ്മൾ ഈ ഫോട്ടോസ് എടുത്ത് വരുമ്പോഴേക്കും ടയേർഡ് ആവും. ആൻഡ് 1 ഹവറിനാണ് നമ്മൾ റെൻറ്റിന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോസും കാര്യങ്ങളും ഈവൻ നമ്മുടെ സ്വിങ് വരെ നമ്മൾ ഈ 1 ഹവറിൽ ഫിനിഷ് ചെയ്യണം കേട്ടോ. ഈച്ച് ആൻഡ് എവറി ക്ലിപ്പ് ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കാൻ മെയിൻ വൺ ഓഫ് ദ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ ക്ലിപ്സും കാര്യങ്ങളും നാളെ പിറ്റേന്ന് നമ്മളെ ഫോണിൽ സ്പേസ് ഇല്ലെങ്കിലൊക്കെ ഡിലീറ്റ് ആയി പോകും. അപ്പം നമ്മൾ അത്രയും ആഗ്രഹിച്ചെടുത്തിട്ടുള്ള ഓരോ ക്ലിപ്സും നമ്മളെടുത്തുനിന്ന് മിസ്സാവാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതെന്നും ഒരു കുറച്ച് വർഷങ്ങൾക്കൊക്കെ ശേഷം നമുക്ക് നോക്കി കാണുമ്പം എന്നും മെമ്മറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാവുമ്പം നമുക്ക് ഒരിക്കലും ഇത് നമ്മളെ കയ്യിൽ നിന്ന് മിസ്സാവണമെന്ന് തോന്നില്ല. സോ അതുകൊണ്ടാട്ടോ എല്ലാ ക്ലിപ്സും ഞാൻ ഇൻക്ലൂഡ് ആക്കുന്നത്. അങ്ങനെ നമ്മളിതാ സ്വിങ്ങിൻ്റെ സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി സ്വിങ്ങിൽ ആടാൻ പോവുകയാണ്. ഇവിടെ നമുക്കിതാ ഈ കാണുന്ന പോലെ നമുക്ക് എല്ലാ സേഫ്റ്റിയും ആൻഡ് പ്രിക്കോഷൻസും പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും. അങ്ങനെ ഞാനിതാ സ്വിങ്ങിൽ കയറാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഫസ്റ്റ്ലി ടു ബി ഹോണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് സ്കെയറി ആയിരുന്നു കേട്ടോ എന്താവും എന്നുള്ള. പക്ഷെ ഫസ്റ്റത്തെ ആ ഒരു റൗണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിങ്ങനെ ആസ്വദിക്കാൻ തുടങ്ങും. ഭയങ്കര എന്താ പറയുക, നല്ലൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ ആ ലോങ് ഡ്രസ്സിൽ ആൻഡ് ഒരുപാട് ഫോട്ടോസ് വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സ്വിങ്ങിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ആട്ടങ്ങളുണ്ട് കേട്ടോ. ഇത്ര പ്രാവശ്യമാണ് നമുക്കൊരാൾക്ക് ആടാൻ കഴിയുള്ളൂ. ആൻഡ് വെയ്റ്റിൽ എത്രയോ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തോ 100 kg മേലിലുള്ളവർക്ക് പറ്റില്ല, അങ്ങനെ എന്തോ ഉണ്ട്. ഓരോ സ്വിങ്ങിനനുസരിച്ചിട്ടും അത് വേരി ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ സ്വിങ്ങിലുള്ള ആട്ടമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾക്ക് ഇനി ഒരുപാട് പോർഷൻസ് അവിടെ കാണാനുണ്ട് കേട്ടോ. അതായത് ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വൈഡായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ്. ആൻഡ് ക്രെറ്റിയ ബുദ്ധ് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്കൊരു പൂൾ ആക്സസ് ഒക്കെ ഉള്ള ഭയങ്കര ഒരു പാർട്ടി പബ്ബ് ഒരു ക്ലബ്ബൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ടിക്കറ്റ് എടുക്കണം. ഇവരെ വൺ ഓഫ് ദ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ റൈസ് ടെറസസ് ആട്ടോ. ഈ റൈസ് ടെറസസ് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. ആ ഒരു പാഡിയൊക്കെ കറക്റ്റ് ലെവലിങ് ചെയ്ത് അവർ ആ ഒരു ഭംഗി അങ്ങനെയും മെയിൻറ്റെയിൻ ചെയ്ത് ഭയങ്കര നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് ഈച്ച് ആൻഡ് എവറി സ്പോട്ടിൽ ഒരു മൈന്യൂട്ട് വേസ്റ്റ് പോലും ഇല്ലാണ്ട് അത്രയ്ക്ക് ഒരുപാട് വർക്കേഴ്സ് ഉണ്ട് കേട്ടോ അവിടെ. നമുക്ക് കാണാൻ പറ്റും ഈച്ച് ആൻഡ് എവറി സ്ഥലത്ത് ഒരുപാട് വർക്കേഴ്സ് ഇങ്ങനെ ക്ലീനിങ് ചെയ്യുന്നത്. ഇതേപോലെ ഒരു 2-3 കേവ്സ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ എൻട്രി ചെയ്യാൻ പറ്റും. നല്ല രസമാണ്, കാരണം അവർ ആ ഒരു കേവിനെ കാർവിങ് ചെയ്തിട്ടാണ് ഇവിടുത്തെ കാർപ്പൻട്രി വർക്ക് അല്ലെങ്കിൽ കാർവിങ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കേട്ടോ ഇവർ ചെയ്യുന്നത്. നമ്മളെ മുന്നുള്ള വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ടുള്ളൊരു ഡിഫിക്കൽറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് സണ്ണിയാണ്. പിന്നെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ, കാരണം ടോപ്പിലാണ് നമ്മൾ സ്വിങ്ങൊക്കെ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ ആ താഴോട്ട് ഇറങ്ങി ചെല്ലണം. ഇറങ്ങാനൊന്നും നമുക്ക് വലിയ ഡിഫിക്കൽറ്റ് ഇല്ല, പക്ഷെ കയറി വരുമ്പോൾ കുറച്ചധികം ടയേർഡാവും കേട്ടോ. പിന്നെ നമ്മൾ ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. ഒരുപാട് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മളൊന്നും കൂടി ഇൻട്രസ്റ്റഡ് ആവും. നമ്മൾ ടയേർഡ്നെസ്സൊക്കെ മറക്കും. അതൊക്കെ ശരിയാണല്ലേ.
ഇവർക്ക് റൈസ് ടെറസസിന് പുറമെ കോഫി പ്ലാന്റേഷൻ ഉണ്ട് കേട്ടോ. ലൈക്ക് നമ്മൾ കാണിച്ചു തന്നില്ലേ ഫസ്റ്റിൽ ലുവാക് കോഫി, അതിൻ്റെ കോഫീസ് ഉള്ള ഒരു ഏരിയയും കൂടി ഇവർക്കുണ്ട് കേട്ടോ. ഈച്ച് ആൻഡ് എവറി ക്ലിപ്സ് എടുക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഒന്നാമത് എനിക്ക് എൻ്റെ എല്ലാ വീഡിയോസും എനിക്ക് ഒന്നും ഡിലീറ്റ് ചെയ്ത് കളയുന്നത് ഇഷ്ടമല്ല. പിന്നെ നമുക്ക് സ്പേസ് ഇല്ലാണ്ടാവുമ്പോൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി നമുക്ക് ഡിലീറ്റ് ആക്കാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിലെ വീഡിയോസിലൂടെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലേ. കാരണം നമ്മൾ ആ ഇന്തോനേഷ്യയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടുന്ന് എക്സിറ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വീഡിയോസും ഫോട്ടോസിലൂടെ മാത്രമേ നമുക്കത് മെമ്മറീസ് റീകളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈച്ച് ആൻഡ് എവറി വീഡിയോസ് ഞാൻ എൻ്റെ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യും, യൂട്യൂബ് വീഡിയോസിൽ. ബിക്കോസ് ഈ വീഡിയോസൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കൈൻഡ് ഓഫ് ഡയറി ആണെന്ന് പറയാം. നമ്മൾ എന്ത് ചെയ്തു, അവിടെ എങ്ങനെയായിരുന്നു നമ്മളെ എക്സ്പീരിയൻസ്, കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ അയവിറക്കാൻ പറ്റും. നമ്മൾ ബാലി അല്ലെങ്കിൽ ഇന്തോനേഷ്യൻ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല കേട്ടോ. വെയിൽ കാരണം നമ്മൾ ഷോളൊക്കെ വെച്ചിട്ട് കവർ ചെയ്യായിരുന്നു. സോ ഇനിയും ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ കൂടെ കൂടിക്കോ. നിങ്ങൾക്ക് നമ്മളെ ചാനൽസ് അല്ലെങ്കിൽ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓളാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ അറിയിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. സോ ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ടും ട്രാവലിങ്ങും മറ്റു കാര്യങ്ങളും വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. ഇനിയും ഒരുപാട് പ്ലേസസ് വിസിറ്റ് ചെയ്ത വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. സോ അതുവരേക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.